PV അൻവർ ഫാക്ടർ ആർക്ക് ഗുണം ചെയ്യും ആർക്ക് ദോഷം ചെയ്യും എന്നാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ അറിയേണ്ടത്. അൻവർ പിടിക്കുന്ന UDF വോട്ടുകളിലാണ് ഇടതിന്റെ പ്രതീക്ഷ. തോൽവി ഉറപ്പിച്ചിരുന്ന ഇടത്താണ് LDF വിജയസ്വപ്നം കാണുന്നത്. അതിനനുസരിച്ച് പ്രചാരണം കൂടുതൽ ശക്തിപ്പെടുത്തിയിരിക്കുകയാണ് ഇടത് ക്യാമ്പ്. ജനപങ്കാളിത്തത്തിനൊപ്പം തലപ്പൊക്കമുള്ള രാഷ്ട്രീയ വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്താലും വോട്ടുറപ്പിക്കാനുള്ള തിടുക്കത്തിലാണ് LDF. മുഖ്യമന്ത്രി ഉൾപ്പെടെ ക്യാമ്പ് ചെയ്ത് നടത്തുന്ന പ്രചാരണവും മുന്നണിക്ക് പുറത്തെ വോട്ടുകൾ പിടിക്കാൻ സാധിക്കുമെന്ന കണക്കുകൂട്ടലിലാണ് അവർ. വികസനത്തിനൊപ്പമാണ് LDF എന്ന വാക്യം ഉയർത്തിയാണ് ഇടത് ക്യാമ്പിന്റെ നീക്കം. ആര്യാടൻ ഷൗക്കത്തിന്റെ വിജയം പ്രതിപക്ഷ നേതാവ് VD സതീശനും M സ്വരാജിന്റെ വിജയം മുഖ്യമന്ത്രി പിണറായി വിജയനും അഭിമാന പ്രശ്നമായി മാറുന്ന രാഷ്ട്രീയ സാഹചര്യം. വന്യജീവി ആക്രമണവും കർഷകർ നേരിടുന്ന പ്രതിസന്ധികളും ഉയർത്തിക്കാട്ടിയാണ് PV അൻവർ തെരഞ്ഞെടുപ്പ് രംഗത്ത് കളം പിടിക്കാൻ ഒരുങ്ങുന്നത്. തെരഞ്ഞെടുപ്പിൽ അൻവർ ഫാക്ടർ നിർണായകമാകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. ജനകീയ മുഖമുള്ള അൻവർ മണ്ഡലത്തിലെ വോട്ട് ബാങ്കാണോ? എന്തിനും തയ്യാറായി അൻവറിന്റെ കൂടെ നിൽക്കുന്ന ഒരു വിഭാഗം ജനങ്ങൾ മണ്ഡലത്തിലുണ്ട്. ഇടതുമുന്നണിയുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് അൻവർ MLA സ്ഥാനം രാജിവെച്ചതുകൊണ്ടാണ് മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത്. മണ്ഡലത്തിലെ ജനങ്ങൾ തനിക്കൊപ്പം നിൽക്കുമെന്നും അവർ തന്നെ കൈവിടില്ല എന്നുമുള്ള ആത്മവിശ്വാസത്തിലാണ് അൻവർ. കോൺഗ്രസ് കോട്ടയായിരുന്ന നിലമ്പൂർ അൻവറിലൂടെ CPM പിടിച്ചെടുക്കുന്നത് 2016-ലാണ്. 11,504 വോട്ടിനാണ് ആര്യാടൻ ഷൗക്കത്തിനെ അൻവർ പരാജയപ്പെടുത്തിയത്. പിന്നീട് 2021-ലും അൻവറിലൂടെ നിലമ്പൂർ CPM നിലനിർത്തി. 2,700 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി VV പ്രകാശിനെ അൻവർ പരാജയപ്പെടുത്തി. PV അൻവറും ആര്യാടൻ ഷൗക്കത്തും മത്സരിക്കുമ്പോൾ CPM സ്വന്തം സ്ഥാനാർത്ഥിയെ ഇറക്കി നിലമ്പൂർ സ്വന്തമാക്കാനുള്ള ശ്രമത്തിലാണ്. മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ താലൂക്കിലെ നിലമ്പൂർ നഗരസഭയും അമരമ്പലം, ചുങ്കത്തറ, എടക്കര, കരുളായി, മൂത്തേടം, പോത്തുകൽ, വഴിക്കടവ് എന്നീ ഗ്രാമപഞ്ചായത്തുകളും ഉൾപ്പെടുന്നതാണ് നിലമ്പൂർ നിയമസഭാ മണ്ഡലം.